ഹലോ, ഞങ്ങളിന്നൊരു ട്രാവൽ വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. ട്രാവൽ വ്ളോഗെന്ന് കേൾക്കുമ്പോൾ ഒരുപാട് ദൂരെയൊന്നും പോകുന്നില്ല. പൊന്നാനി ടു കോഴിക്കോട് പോവുകയാണ്. കോഴിക്കോട് എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അച്ഛൻ്റെ പിറന്നാളിനായിട്ട് പോവുകയാണ്. അച്ഛൻ്റെ 60ാമത്തെ പിറന്നാളാണ്. അതിനായിട്ട് ഞാനും മോളും ഏട്ടനും കൂടിയാണ് പോകുന്നത്. വഴിയിൽ കുറച്ച് വെള്ളമൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. മഴ പെയ്തിട്ടാണ്. അതൊക്കെ കടന്നിട്ട് വേണം ഞങ്ങൾക്ക് പോകാനായിട്ട്. അപ്പോൾ സാധാരണ ഞങ്ങൾ ബൈക്കിലാണ് പോവാറ്. പിന്നെ മഴ ആയതുകൊണ്ട് ഞങ്ങൾ ട്രെയിനിൽ പോകാമെന്ന് വിചാരിച്ചു. മോള് കുറച്ചൊരു മൂഡ് ഔട്ടിലായിരുന്നു കേട്ടോ. രാവിലെ തന്നെ ആയതുകൊണ്ടാണ് ഞങ്ങൾ നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവൾക്കൊരു ഫ്രൂട്ടിയും ജ്യൂസൊക്കെ വാങ്ങിച്ചു കൊടുത്തപ്പോൾ അവൾ ഓക്കെ ആയി. മോളായതിൻ്റെ ശേഷം ഞങ്ങളെ ഫസ്റ്റ് ട്രെയിൻ ട്രിപ്പാണ് കേട്ടോ ഇത്. മോളാവുന്നതിന് മുന്നേ ഞാനും ഏട്ടനും പോയിട്ടുണ്ട്. പക്ഷേ മോളായതിൻ്റെ ശേഷമുള്ളൊരു ഫസ്റ്റ് ട്രെയിൻ ട്രിപ്പാണ്. അപ്പോൾ ഞങ്ങൾ ട്രെയിനിനായിട്ട് വെയിറ്റ് ചെയ്യാണ്. ട്രെയിൻ വരുന്നുണ്ട്. ട്രെയിൻ കയറിയിട്ട് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കണം എന്ന് വിചാരിച്ചു. പക്ഷേ തിരക്കായിരുന്നു കേട്ടോ ട്രെയിനിൽ. അപ്പോൾ അതുകൊണ്ട് അതിനൊന്നും പറ്റിയില്ല. പിന്നെ ഞങ്ങൾ നേരെ കോഴിക്കോട് സ്റ്റേഷനിൽ എത്തിയിട്ട് നേരെ മിഠായി തെരുവിലേക്കാണ് പോയത്. അവിടുന്ന് അച്ഛന് ഷർട്ടൊക്കെ എടുക്കാനുണ്ട്. പിന്നെ മോൾക്ക് വിശക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളൊരു കൂൾ ബാറിൽ കയറി കേട്ടോ. രാവിലെ നേരത്തെ ആയതുകൊണ്ടേ അവിടെ കസ്റ്റമേഴ്സൊന്നും വേറെ വന്നിട്ടില്ല. ഞങ്ങളാണെന്ന് തോന്നുന്നു ഫസ്റ്റ് കസ്റ്റമർ. പിന്നെ ഒരു ഫലൂദ ഓർഡർ ചെയ്തു. അപ്പോൾ അത് ഞങ്ങളിങ്ങനെ കഴിച്ചു. മോൾക്ക് ഇഷ്ടമായി കേട്ടോ. മോൾക്ക് അതിലുള്ള ഫ്രൂട്ട്സൊക്കെ ഞാൻ എടുത്തു കൊടുത്തു. മോളാണെങ്കിൽ സ്ട്രോ വെച്ചിട്ടൊക്കെയാണ് ഫലൂദ കഴിക്കുന്നത്, ജ്യൂസ് കുടിക്കുന്ന പോലെ കേട്ടോ. അവൾക്ക് ഇഷ്ടമായി. പിന്നെ അധികം തണുപ്പ് ഞാൻ കൊടുത്തിട്ടില്ല കേട്ടോ. പിന്നെ മോളിതാ ഏട്ടൻ എന്താ കുടിക്കുന്നതെന്ന് നോക്കി. അപ്പോൾ ഏട്ടനൊരു ബട്ടർ ജ്യൂസ് ആയിരുന്നു ഓർഡർ ചെയ്തത്. അപ്പോൾ അതിൻ്റെ അവസാന ഭാഗമായപ്പോൾ അവൾക്ക് കുറച്ച് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തു. പിന്നെ ഞങ്ങൾ മിഠായി തെരുവിലേക്ക് ഇറങ്ങി. വീണ്ടും ഞങ്ങൾക്ക് ഷർട്ടൊക്കെ പർച്ചേസ് ചെയ്തു. നേരെ വീട്ടിലെത്തിയപ്പോൾ അതാ അനിയത്തിമാർ ബലൂണൊക്കെ വീർപ്പിക്കുക കേട്ടോ. ആരും വീഡിയോയ്ക്ക് ഫേസ് തരുന്നില്ല. കാരണം അവരത്ര സെലിബ്രിറ്റീസ് ആവണ്ടെന്നൊക്കെയാണ് അവർ പറയുന്നത്. ഓക്കെ, എന്തായാലും എല്ലാവരും നല്ല സന്തോഷത്തിലാണ്. ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്യാനുള്ളൊരു ആവേശത്തിലാണ് എല്ലാവരും കേട്ടോ. അങ്ങനെ സന്തോഷമായിട്ട് കേക്കൊക്കെ കട്ട് ചെയ്തു. അച്ഛൻ്റെ ഒരു ആഗ്രഹമായിരുന്നു 60ാം പിറന്നാൾ കഴിക്കണം എന്നുള്ളത്. എന്തായാലും സെറ്റായി. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക. ബൈ.